മോഹൻലാലിനെ പോലെ ഒരു നടനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ പോലത്തെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയോ എന്ന് അന്ന് തോന്നിപ്പിച്ചു. പക്ഷേ ഇന്ന് 5 വർഷം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് അഭിമാനകരമായൊരു സിനിമയാണ് അത്. ഞാൻ ആശ്ചര്യത്തോടെ കൂടെ നോക്കുന്നു, ഞാൻ ഈ സിനിമ ചെയ്തോ, ഞാനിതെങ്ങനെ ചെയ്തു എന്ന് ഞാൻ ആശ്ചര്യത്തോടെ നോക്കുന്നു ആ സിനിമയെ. തന്നെ മീശ മാധവനും തന്നെ നരനും എല്ലാം ഈ സിനിമകളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പങ്കിനെ കുറിച്ചാണ് പറയുന്നത്. അത് സംവിധായകൻ ചെയ്ത സംവിധായകൻ്റെ പങ്കിനെയോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന മറ്റ് ടെക്നീഷ്യൻസിനെയോ ഒന്നും മറന്നുകൊണ്ട് പറയുന്നതല്ല. ഞാൻ പറയുന്നത് എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള എൻ്റെ അനുഭവത്തിനെ കൊണ്ടായതുകൊണ്ടാണ് ഞാൻ എന്ന ഈ പദം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മീശമാധവൻ ചെയ്തതിൽ അതിൽ സംവിധായകന് പങ്കില്ലെന്ന രീതിയിൽ അത് വായിച്ച് മനസ്സിലാക്കരുത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല അത് പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കരുത്. അങ്ങനെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇവനെന്താ ഇത് മീശമാധവൻ എൻ്റെ പടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അവർക്കെങ്കിലും തോന്നിയേക്കാം. എൻ്റെ പടം എന്ന് ഞാൻ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അത് എൻ്റെ സിനിമ തന്നെയാണ്, അത് ലാൽ ജോസ് പറയുമ്പോൾ ലാൽ ജോസിൻ്റെ സിനിമ തന്നെയാണ്, ദിലീപ് പറയുമ്പോൾ ദിലീപിൻ്റെ സിനിമ തന്നെയാണ്. അത് തന്നെയാണ് അതിന് കാരണക്കാരനായി എന്ന് പോലും ഞാൻ പറയുന്നില്ല. അതിന് കാരണക്കാരനായ ഞാൻ മാത്രമൊന്നുമല്ല. ഒരു സിനിമ ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരു സിനിമ ഉണ്ടാകുന്നു. അതിൻ്റെ അകത്തൊരു പങ്ക് ഞാനും നിർവഹിക്കുന്നു. എൻ്റെ പങ്ക് ഞാൻ ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് സിനിമയെ കാണുന്നത്. അതുകൊണ്ട് മലയാള സിനിമയെക്കുറിച്ച് ആധികാരികമായിട്ടുള്ളൊരു അഭിപ്രായം പറയാനൊന്നും ഞാനൊരു സിനിമാ ഗുരുവൊന്നുമല്ല. എനിക്ക് അത്രയ്ക്ക് പ്രായവുമായില്ല, എനിക്ക് അത്രയ്ക്ക് അനുഭവവുമായില്ല, എനിക്ക് അത്രയ്ക്ക് സിനിമാനുഭവവുമായില്ല. ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. സിനിമ എന്ന ഒന്നാമത്തെ കാര്യം, സിനിമ ഒരു ജനറേഷന് വേണ്ടിയിട്ടുള്ളതല്ല. അതാണ് ആദ്യത്തെ കാര്യം. ഒരു സിനിമ ഒരുപാട് ജനറേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. പത്മരാജൻ ചെയ്ത സിനിമ ഇന്ന് അദ്ദേഹം ചെയ്തിരുന്ന കാലത്തുള്ളതിനേക്കാൾ ഇന്ന് ആസ്വദിക്കപ്പെടുകയും സൂപ്പർ ഹിറ്റുമാണ്. അന്ന് പത്മരാജൻ്റെ സിനിമ കാണാൻ പോയിരുന്ന യുവാക്കളിൽ വളരെ കുറച്ച് പേരാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊരാളാണ് ഞാൻ. അപ്പോൾ അന്ന് പത്മരാജൻ സിനിമ ചെയ്തത് എന്നെ ഉണ്ടാക്കാനായിരുന്നിരിക്കണം. എന്നിട്ട് ഇന്നത്തെ പിള്ളേർ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഇന്നത്തെ പിള്ളേർ എന്നോട് പറയും, നീ നോക്കടേ പത്മരാജൻ ചെയ്തിരിക്കുന്ന പടം, അതേമാതിരി ഒരെണ്ണം ചെയ്യുന്നു. അന്ന് ഞാൻ ഇന്ന് ചെയ്യേണ്ടത് ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ളതിൻ്റെ ആയിരിക്കാം. പക്ഷെ അത് വളരെ കഷ്ടപ്പാട് നിറഞ്ഞൊരു ജീവിതമാണ്. കാരണം ഒരിക്കലും നമുക്ക് അപ്രിസിയേഷനോ നമുക്ക് കാശോ ഒന്നും കിട്ടില്ല, സമാധാനവും കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ തലമുറ അതാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമേനെയൊക്കെ ജനറേഷൻ സിനിമ, ന്യൂ ജനറേഷൻ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മലയാളത്തിലെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓരോരോ ജനറേഷനിൽ നിന്ന് ഒരു പുതിയ ഫിലിം മേക്കർ വരുന്ന സമയത്ത് തന്നെ ഒരു ന്യൂ ജനറേഷൻ സിനിമയായി. രഞ്ജൻ പ്രമോദിൻ്റെ സിനിമ ഒരു തരം സിനിമയായിരിക്കും, അഷിക് കപൂറിൻ്റെ സിനിമ വേറൊരു തരം സിനിമയായിരിക്കും, ലാൽ ജോസിൻ്റെ സിനിമ വേറൊരു തരം സിനിമയായിരിക്കും. ഇതെല്ലാം ഓരോ തരം സിനിമകളാണ്. അതിൽ ജനറേഷനൊന്നുമില്ല. സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരോടും പരാതി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. സിനിമയിൽ നമ്മുടെ പരാതി കേൾക്കാൻ ആരുമില്ല. സിനിമയിൽ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കാര്യത്തിനാണ്, ഓരോരുത്തരും വന്നിരിക്കുന്നത് അവരവരുടെ കാര്യത്തിനാണ്. ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ നടക്കാതാവുമ്പോൾ അവർ പലതും വിളിച്ചു പറയും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ സിനിമ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സേവനമൊന്നുമല്ല. അത് ഓരോരുത്തരും അവരവരുടേതായ പേരിനും പ്രശസ്തിക്കും പണത്തിനും എല്ലാം വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണത്. ഞാനും അതുപോലെ തന്നെ തിയേറ്ററിൽ കളക്ട് ചെയ്യുമെന്ന് സാധ്യത തോന്നുന്ന കാര്യങ്ങളും എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഒക്കെ വെച്ച് തന്നെയാണ് സിനിമ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ സാമൂഹ്യ നന്മ മാത്രം, സമൂഹത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടി മാത്രം സിനിമ ഉണ്ടാക്കുന്നതൊന്നുമല്ല. അപ്പം ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സിനിമ ചെയ്യാൻ കിട്ടുന്ന അവസരത്തിൽ ഞാൻ ചെയ്യുന്ന സിനിമ, ആ സിനിമ സമൂഹത്തിന് ദോഷം ചെയ്യാത്ത ഒരു സിനിമയായിരിക്കണമെന്ന് ആലോചിക്കാറുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് എന്തെങ്കിലും നന്മ കൊടുക്കാൻ പറ്റുമെങ്കിൽ ആവട്ടെ എന്ന് ആലോചിക്കാറുണ്ടെന്നുള്ളതാണ്. രഞ്ജൻ പ്രമോദ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്കറിയാം? മീഡിയാസിലും സിനിമയിലുള്ള കുറച്ച് ആളുകൾക്കാണ് അറിയുന്നത്. അല്ലാതെ സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചുള്ള അവർക്ക് രഞ്ജൻ പ്രമോദിനൊന്നും അറിയില്ല. അവർക്ക് എന്തിന് രഞ്ജൻ പ്രമോദ്? അവർ കാണുന്നത് താരങ്ങളെയാണ്, അവർ കാണുന്നത് സിനിമയാണ്. അവർക്ക് മറ്റൊന്നും അറിയില്ല. ഒരു സിനിമയിൽ ഒരു എഴുത്തുകാരനൊക്കെ ശ്രദ്ധിക്കുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു സിനിമയിലെ സംവിധായകനെ തന്നെ വളരെ അപൂർവമായിട്ട് ശ്രദ്ധിക്കും. വലിയ സംവിധായകർ നിരന്തരമായി ഹിറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും കുറേ കാലമായി നിൽക്കുകയും ചെയ്യുന്ന സംവിധായകരുടെ പേരറിയാം. അല്ലാതെ പുതുതായി വരുന്ന ഒരു സിനിമ ചെയ്യുന്ന ഒരു സംവിധായകൻ്റെ പേര് നോക്കിയിട്ടാണോ ഓഡിയൻസ് പോകുന്നത്? അതൊന്നുമല്ല. ആ സിനിമ മാർക്കറ്റ് ചെയ്യുക അതിൻ്റെ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെയൊക്കെയാണ് അതിജീവനത്തിൻ്റെതായ പ്രശ്നങ്ങൾ വരുന്നത്. സിനിമ ഉണ്ടാക്കിയാൽ മാത്രം പോരാ ഒരു ഫിലിം മേക്കർക്ക്. ഇന്ന് ആ സിനിമയെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ അയാളുടെ തന്നെ ജോലിയാണ്. അതിന് കാശും വേണം. കാശ് ഉണ്ടാവില്ല പുതിയ ആളുകൾ വെച്ച് സിനിമയാവുന്ന സമയത്ത്. സിനിമ വലിയ പ്രതിസന്ധിയിലാണ്. സിനിമയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നല്ല കണ്ടൻറ്റ് വരാത്തതാണ്, ഒറിജിനൽ കണ്ടൻസ് വരാത്തതാണ്.
മറ്റ് സിനിമകളോടൊപ്പം പിടിച്ചു നിൽക്കാവുന്ന സിനിമകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്തതാണ്. എനിക്ക് അടക്കമാണ് പറയുന്നത്. നമ്മൾ അമ്പരത് നോക്കി നിൽക്കുക ഓരോ സിനിമ കാണുന്ന സമയത്ത്, പുറത്തുനിന്ന് വരുന്ന സിനിമകൾ. നമുക്ക് അവരോട് കോമ്പറ്റ് ചെയ്യണം. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഓഡിയൻസിനെ കിട്ടുമല്ലോ എൻ്റെ പടത്തിന്. എൻ്റെ മക്കൾ വരില്ല സിനിമ കൊള്ളൂല്ലെങ്കിൽ, അച്ഛൻ പോയിക്കുമെന്ന് പറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ചാലഞ്ച്. ആ ചാലഞ്ചിനെ നമ്മൾ റിയലൈസ് ചെയ്യണം. നമുക്ക് മലയാളത്തിൽ സിനിമ ഉണ്ടാവണമെങ്കിൽ, കേരളത്തിൽ നിന്ന് സിനിമ ഉണ്ടാവണമെങ്കിൽ, കേരളത്തിൽ നിന്ന് മലയാള സിനിമ തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഏത് സിനിമയും ഉണ്ടാവാം. പക്ഷേ കേരളത്തിൽ നിന്ന് സിനിമ ഉണ്ടാവണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഇവിടെ വളരെ ചെറിയ ആൾക്കാർക്ക് നമുക്ക് ഇത്രയും ചെറിയൊരു ബജറ്റിൽ നമ്മൾ സിനിമ ചെയ്യണം. നമ്മൾ കോമ്പറ്റ് ചെയ്യുന്ന സിനിമകളോ എല്ലാം വലിയ വലിയ സിനിമകളാണ്. വലിയ ബജറ്റ് ചെയ്ത് 250 കോടി രൂപയ്ക്കൊക്കെ ചെയ്ത സിനിമേനോടാണ് ഈ പറയുന്ന കട്ടിച്ച് 1.25 കോടി രൂപ തികച്ച് കിട്ടാനില്ലാത്ത ഒരു പ്രൊഡ്യൂസർ ചെയ്യുന്ന ഒരു ചെറിയൊരു സിനിമ. അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഒരു വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ്. അതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് കാശൊന്നും ഇല്ലാതെ എല്ലാവരും കൂടെ ചെയ്തിട്ടൊരു സിനിമ ചെയ്തിറക്കുന്നു. ആ സിനിമ ചെയ്തിറക്കുന്ന സിനിമ പോയിട്ട് എവിടെയാണ് നിൽക്കുന്നത്? അത് ഒരു മൾട്ടിപ്ലക്സിനകത്ത് അപ്പുറത്ത് അവതാർ കളിക്കുന്നു, അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. എൻ്റെ മക്കൾക്ക് പോലും ഇത് കാണണ്ട. പിന്നെ എങ്ങനെ ഞാൻ ജീവിക്കും? എങ്ങനെയാണ് ഇവിടെ മലയാള സിനിമയ്ക്ക് അതിജീവിക്കാൻ സാധിക്കുക? അപ്പോൾ മലയാള സിനിമ എന്താണ് പുതിയത് എന്നുള്ളതിനെക്കുറിച്ച് കുറേ കൂടെ ഒരു ഗ്ലോബലായിട്ടുള്ള ഔട്ട്ലുക്ക് ഉണ്ടാവണം. കുറേ കൂടെ നമ്മുടെ സിനിമകൾ പുറത്തേക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തത് മാർക്കറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല കേട്ടോ. നല്ല സിനിമ ഉണ്ടാക്കാനുള്ള കഴിവില്ലായ്മ അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് കമ്പാരിറ്റീവ്ലി നല്ല സിനിമ ഉണ്ടാക്കാനുള്ള മാർക്കറ്റിംഗ് ഉണ്ട്. മാർക്കറ്റിംഗ് ഒരു വലിയ വിഷയം തന്നെയാണ്. പക്ഷേ സിനിമകൾ മോശമാണെന്നുള്ളത് ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.